10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നതിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ, അതായത് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു ചിത്രം കൊടുത്തിരിക്കുന്നില്ലേ, ഈ ചിത്രത്തിലേക്ക് എല്ലാവരും നോക്കിയേ. എന്തൊക്കെയാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്? ചിത്രം എയിൽ എന്താണ്? ഒരു നിശ്ചിത മാസ് വാതകം ഒരു സിലിണ്ടറിൽ അടച്ചു വെച്ചിരിക്കുന്നു അല്ലേ. എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിലിണ്ടർ ഈസ് ഷോൺ ഇൻ ഫിഗർ എ. ഫിഗർ എയിൽ കുറച്ച് വാതകം, ഡെഫിനിറ്റ് മാസ് ഉള്ള വാതകം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്യുന്നത്? താപനിലയിൽ മാറ്റം വരുത്താതെ ഇതേ വാതകത്തെ ചിത്രം ബിയിലെ സിലിണ്ടറിലേക്ക് മാറ്റുന്നു എന്ന് കരുതുക. സപ്പോസ് ദ ഗ്യാസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അതർ സിലിണ്ടർ, മറ്റൊരു സിലിണ്ടറിലേക്ക് മാറ്റുക. വിത്തൗട്ട് ചേഞ്ചിങ് ദി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ മറ്റൊരു സിലിണ്ടറിലേക്ക് മാറ്റുക. അത് ഷോൺ ഇൻ ഫിഗർ ബി, ചിത്രം ബിയിൽ അത് കാണിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ്? തന്മാത്രകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുമോ? ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതായത് ഫിഗർ എയിലെ സിലിണ്ടറിൽ നിന്ന് ബിയിലെ സിലിണ്ടറിലേക്ക് മാറ്റിയെങ്കിലും തന്മാത്രകളുടെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് എനി ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? തന്മാത്രകളുടെ എണ്ണത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? നോ ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതായത് എ സിലിണ്ടറിൽ നിന്ന് ബി സിലിണ്ടറിലേക്ക് മാറ്റി, ഓക്കെ, പക്ഷേ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് രണ്ടും സെയിം തന്നെയാണ്. തന്മാത്രകളുടെ എണ്ണത്തിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്താ അപ്പം മാറ്റം വന്നത്? നമ്മുടെ സിലിണ്ടർ, അത് വലിയൊരു സിലിണ്ടറിൽ നിന്ന് ചെറിയൊരു സിലിണ്ടറിലേക്ക് മാറ്റിയില്ലേ. വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ വെൻ ദ വോളിയം ഈസ് ഡിക്രീസ്ഡ്, അതായത് ഫസ്റ്റ് സിലിണ്ടറിൽ എന്താണ്? വലിയ സിലിണ്ടറാണ്, അതിന് വ്യാപ്തമൊക്കെ കൂടുതലാണ്, വോളിയമൊക്കെ കൂടുതലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ചെറിയ സിലിണ്ടറാണ്, അതിന് വോളിയം കുറവാണ്, വ്യാപ്തം കുറവാണ് അല്ലേ. അപ്പം അതായത് വോളിയം കുറഞ്ഞപ്പോൾ, വ്യാപ്തം കുറഞ്ഞപ്പോൾ മർദ്ദത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ വെൻ ദ വോളിയം ഈസ് ഡിക്രീസ്ഡ്, വോളിയം ചെറുതിൽ കുറഞ്ഞു വന്നു അല്ലേ. അപ്പോൾ എന്ത് മാറ്റമാണ് മർദ്ദത്തിന് ഉണ്ടായിരിക്കുന്നത്, പ്രഷറിന് ഉണ്ടായിരിക്കുന്നത്? പ്രഷറിന് എന്താ മാറ്റം വന്നത്? അവിടെ എന്താണ് പ്രഷറിന് വന്നത്? വെൻ ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്, അതായത് പ്രഷർ കൂടി, ചെറിയ സിലിണ്ടറിലേക്ക് മാറ്റിയ സമയത്ത് മർദ്ദം വല്ലാതെ കൂടുന്നുണ്ട് അല്ലേ. വ്യാപ്തം കുറഞ്ഞു വന്നു, ചെറിയ പാത്രത്തിൽ വ്യാപ്തം കുറവാണ്, വോളിയം കുറവാണ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്തു? കൂടി വന്നു. വെൻ ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്, പ്രഷർ കൂടിയ സമയത്ത് എന്ത് സംഭവിച്ചു? വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ്, അതായത് വാതകത്തിൻ്റെ വ്യാപ്തം എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അതായത് നമ്മൾ ചെറിയ സിലിണ്ടറിലേക്ക് ബി സിലിണ്ടറിലേക്ക് മാറ്റിയ സമയത്ത് മർദ്ദം കൂടുകയും വാതകത്തിൻ്റെ വ്യാപ്തം കുറയുകയും ചെയ്തു. വെൻ ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്, പ്രഷർ കൂടിയപ്പോൾ ദ വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ്, അതായത് ഗ്യാസിൻ്റെ വോളിയം എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. ദ വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു പരീക്ഷണത്തിലേക്ക് പോകാം. എന്താണ്? ലെറ്റസ് ഡു അനദർ എക്സ്പെരിമെൻറ്റ്. മറ്റൊരു പരീക്ഷണം എന്താണ്? ഒരു 10 ml സിറിഞ്ചിൻ്റെ പിസ്റ്റൺ പിന്നിലേക്ക് വലിച്ചു വെക്കുക. പുൾ ദ പിസ്റ്റൺ ഓഫ് എ 10 ml സിറിഞ്ച് ബാക്ക്വേർഡ്സ്, പുറത്തേക്ക് സിറിഞ്ച് കുറേ അങ്ങോട്ട് വലിച്ചു വെച്ചു. പ്രസ് ദ പിസ്റ്റൺ ബൈ കീപ്പിംഗ് ഇറ്റ്സ് നോസിൽ ക്ലോസ്ഡ്, സിറിഞ്ചിൻ്റെ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ ക്രമമായി മർദ്ദം പ്രയോഗിച്ച് നോക്കുക. അതായത് പിറകേക്ക് വലിച്ചു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് ക്രമമായി മർദ്ദം പ്രയോഗിച്ച് നോക്കുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിറിഞ്ചിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? വാട്ട് ചേഞ്ച് ക്യാൻ യു ഒബ്സർവ് ഇൻ ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ സിറിഞ്ച്, സിറിഞ്ചിലെ
ഗ്യാസിൻ്റെ വാതകത്തിൻ്റെ വോളിയത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? കാരണം നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്ത സമയത്ത് ആ സിറിഞ്ചിനുള്ളിലെ ഗ്യാസിന് ഉള്ളിൽ നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്ത് അഴുത്തുകയാണല്ലോ, അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് ആ ഗ്യാസിൻ്റെ വോളിയത്തിന് എന്താണ് സംഭവിച്ചത്? വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ്. വാതകത്തിൻ്റെ വ്യാപ്തം കുറഞ്ഞു. വാതകത്തിൻ്റെ സിറിഞ്ചിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തം കുറഞ്ഞു. സിറിഞ്ചിന് വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ്. അവിടെ എഴുതി വെച്ചോളും. വാട്ട് ചേഞ്ച് ക്യാൻ യു ഒബ്സർവ്? വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ്. വായുവിൻ്റെ വ്യാപ്തം കുറയുന്നു. വാട്ട് അബൌട്ട് ഡിക്രീസിങ് ദ പ്രഷർ? മർദ്ദം നമ്മൾ കുറച്ചാലോ? നന്നായിട്ട് വലിയ മർദ്ദമൊന്നും കൊടുക്കുന്നില്ല, മർദ്ദം നന്നായിട്ട് കുറച്ച സമയത്ത് എന്താ സംഭവിച്ചത്? വോളിയം ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ സിറിഞ്ച് ഇൻക്രീസസ്. അപ്പോൾ ഗ്യാസിന് വായുവിന് എല്ലാ സ്ഥലത്തും നല്ലോണം നിൽക്കാനൊക്കെ സ്ഥലം കിട്ടില്ലേ? പ്രഷർ മർദ്ദം നമ്മൾ കുറച്ച സമയത്ത് എന്ത് ചെയ്തു? വായുവിൻ്റെ വ്യാപ്തം, സിറിഞ്ചിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തം കൂടുന്നു. മർദ്ദം കുറച്ചാൽ എന്ത് സംഭവിക്കും? അതായത് സിറിഞ്ചിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തം കൂടുന്നു. വോളിയം ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ സിറിഞ്ച് ഇൻക്രീസസ്. ബുദ്ധിമുട്ടില്ലല്ലോ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നിർത്തി വെച്ചിട്ട് നോട്ട് എഴുതിയെടുക്കണം. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾ നോട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഓരോ ചോദ്യവും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെക്കുക, ക്ലാസ് കേൾക്കുക. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓരോന്നും ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ പോയിൻറ്റ്സാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യന് നേരെ ഇതിൻ്റെ ആൻസർ എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾ ഇതെല്ലാം നോട്ട്ബുക്കിലാക്കി കാണിക്കേണ്ടതാണ്. ഇനി അടുത്ത് നോക്കാം. എന്താണ് മർദ്ദവും വ്യാപ്തവും തമ്മിൽ എന്ത് ബന്ധമാണ്? വാട്ട് റിലേഷൻ ഡു യു അറൈവ് അറ്റ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ഗ്യാസ്? ഈ പ്രഷറും ഗ്യാസിൻ്റെ വോളിയവും പ്രഷറും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മർദ്ദവും വ്യാപ്തവും തമ്മിൽ എന്ത് ബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? നോക്കിയേ, ഈ ബന്ധത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ് റോബർട്ട് ബോയിൽ. എന്താ പറയുന്നത്? ഇപ്പം നമ്മളുടെ നിഗമനം എന്താണ്? ഈ 2-3 എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്തത്, നമ്മുടെ നിഗമനം എന്താണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയും. വായുവിൻ്റെ, അതായത് വാതകത്തെ ഗ്യാസിൻ്റെ പ്രഷർ കൂടുമ്പോൾ എന്ത് കുറയും? വോളിയം കുറയും. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. അത് ഓപ്പോസിറ്റായിട്ട് നമുക്ക് പറയാം. എന്താണ് റോബർട്ട് ബോയിൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് ആൻഡ് കെമിസ്റ്റ് ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഗ്യാസ് ത്രൂ എക്സ്പെരിമെൻറ്റ്. ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് ബോയിൽസ് ലോ. അപ്പോൾ നമുക്ക് ഈ ബോയിൽസ് ലോൻ്റെ ടേബിൾ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. വാട്ട് ഈസ് ബോയിൽസ് ലോ? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്താണ് ഇവിടെ ഈ നോട്ട് കൊടുത്തിരിക്കുന്ന ബോയിൽസ് ലോ? എന്താ? At a constant temperature, a volume of a definite mass of a gas is inversely proportional to its pressure. എന്താ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ്, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ, മർദ്ദവും തമ്മിൽ വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, വിപരീത ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അത് നമുക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റും? മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മർദ്ദം പി എന്നും, ഇഫ് പി ഈസ് ദ പ്രഷർ ആൻഡ് വി ഈസ് ദ വോളിയം, വ്യാപ്തം നമുക്ക് വി എന്ന് പറയാം, മർദ്ദം നമുക്ക് പി എന്ന് പറയാം. അത് പി ഈസ് ദ പ്രഷർ, വി ഈസ് ദ വോളിയം. അപ്പം നമുക്കതിനെ സൂചിപ്പിച്ചാൽ നമുക്ക് എന്ത് പറയും? ദെൻ പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്. പി ഇൻറ്റു വി എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. ഇനി നമുക്ക് ഇത് ബുദ്ധിമുട്ടില്ലല്ലോ. ബോയിൽസ് ലോ നമുക്ക് എങ്ങനെ പറയാം? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ബോയിൽസ് ലോ ബോയിൽസ് ലോ ഡെഫിനിഷൻ നിങ്ങൾ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ ഇഫ് പി ഈസ് ദ പ്രഷർ ആൻഡ് വി ഈസ് ദ വോളിയം ദെൻ പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിൽ വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം പി എന്നും വ്യാപ്തം വി എന്നും സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും.
ഇനി ഇവിടെ നമ്മളൊരു അക്വേറിയത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഇവിടെ പറയുന്നത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കതിലേക്കൊന്ന് നോക്കാം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ? എന്താണ് ഇവിടെ? ഒരു അക്വേറിയത്തിൻ്റെ ചിത്രമാണ് അല്ലേ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. The size of air bubbles rising from the bottom of the aquarium increases. അതായത് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വായുകുമിള, അതായത് എയർ ബബിളിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് എത്തുമ്പോൾ സൈസ് കൂടി കൂടി വന്ന് ലാസ്റ്റ് പൊട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. താഴെ നോക്കുക, ചിത്രത്തിലേക്ക് നോക്കിയാൽ അടിയിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കുമിളകളാണ്, മുകളിലോട്ട് വരുമ്പോൾ വലിയ വായുകുമിളകളാണ്, എയർ ബബിൾസ് ആണ് അല്ലേ. ഇതിനെന്താ കാരണം? അതായത് താഴെ എന്താ കുഞ്ഞു കുമിളകളാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ദ പ്രഷർ ഈസ് വെരി ഹൈ ഇൻ ഡെപ്ത് ഓഫ് വാട്ടർ. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ, അക്വേറിയത്തിൻ്റെ അടിയിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ ഈസ് വെരി ഹൈ, മർദ്ദം വളരെ കൂടുതൽ. അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ താഴെ ബോട്ടം നോക്കി, ദ പ്രഷർ ഈസ് വെരി ഹൈ ഇൻ ദി ഡെപ്ത് ഓഫ് വാട്ടർ. ആഴത്തിൽ, വെള്ളത്തിൻ്റെ ആഴത്തിൽ എങ്ങനെയാണ്? പ്രഷർ ഈസ് വെരി ഹൈ, മർദ്ദം വളരെ കൂടുതലാണ്. ദിസ് ഹൈ പ്രഷർ റിഡ്യൂസസ് ദി വോളിയം ഓഫ് എയർ ബബിൾസ്. ഈ കൂടിയ മർദ്ദം എന്ത് കുറയ്ക്കുന്നുണ്ട്? വായുകുമിളയുടെ വ്യാപ്തം കുറയ്ക്കുന്നു. ഈ കൂടിയ മർദ്ദം കാരണം, മർദ്ദം കൂടുതലായതുകൊണ്ട് വായുകുമിളയുടെ വ്യാപ്തം കുറയുന്നു. ദിസ് ഹൈ പ്രഷർ റിഡ്യൂസസ് ദ വോളിയം ഓഫ് എയർ ബബിൾസ്. അതുകൊണ്ടാണ് നമ്മൾ താഴെ ഭാഗത്ത് വളരെ വോളിയം കുറഞ്ഞിട്ടുള്ള, അതായത് വ്യാപ്തം വല്ലാതെ കുറഞ്ഞിട്ടുള്ള ചെറിയ കുമിളകൾ കാണാനുള്ള കാരണം. നമ്മൾ എന്താ ചെയ്യാം? എന്തുകൊണ്ടാണ് ചെറിയ കുമിളകൾ കാണാൻ, എയർ ബബിൾസ് കാണാൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ എഴുതണം ദ പ്രഷർ ഈസ് വെരി ഹൈ ഇൻ ദ ഡെപ്ത് ഓഫ് വാട്ടർ. ആഴത്തിൽ, വെള്ളത്തിൻ്റെ താഴെ അടിഭാഗത്ത് മർദ്ദം വളരെ കൂടുതലാണ്. ദിസ് ഹൈ പ്രഷർ റിഡ്യൂസസ് ദി വോളിയം ഓഫ് എയർ ബബിൾസ്. ഈ കൂടിയ മർദ്ദം കാരണം വായുകുമിളയുടെ വ്യാപ്തം കുറയുന്നു. വ്യാപ്തം കുറയുന്നത് കൊണ്ട് വായുകുമിള എന്ത് ചെയ്യുന്നുണ്ട്? എയർ ബബിൾസിൻ്റെ സൈസ് വല്ലാതെ കുറഞ്ഞു കാണുന്നു. സൈസ് ഓഫ് ദ എയർ ബബിൾസ് ഡിക്രീസസ്. ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന കാര്യമല്ലേ ഇനി പറയേണ്ടത്. മുകളിലോട്ട് പോകുമ്പോൾ എന്താ നോക്കിയാൽ, ചിത്രത്തിലേക്ക് നോക്കുക, എല്ലാവരും മുകളിലോട്ട് പോകുമ്പോൾ വലിയ വലിയ എയർ ബബിൾസ് ആണ് അല്ലേ, വലിയ കുമിളകളാണ്. അതെന്താ കാരണം? ദ സൈസ് ഓഫ് എയർ ബബിൾസ് ഇൻക്രീസസ്. അതായത് എയർ ബബിൾസിൻ്റെ സൈസ്, വായുകുമിളയുടെ വലിപ്പം കൂടുന്നു. എപ്പോഴാണ് കൂടുന്നത്? ആസ് ദി പ്രഷർ ഡിക്രീസസ്. മുകൾ ഭാഗത്ത് പ്രഷർ വളരെ കുറവാണല്ലേ. മുകൾ ഭാഗത്ത് പ്രഷർ, മർദ്ദം വളരെ കുറവാണ്. അതായത് അക്വേറിയത്തിൻ്റെ മുകൾ ഭാഗത്ത് മർദ്ദം വളരെ കുറവായതുകൊണ്ട് അവിടെ വ്യാപ്തം കൂടുതലാണ്. അതുകൊണ്ട് വായുകുമിളയുടെ വലുപ്പം വലുതായി നമുക്ക് കാണാൻ കഴിയുന്നു. വോളിയം, വ്യാപ്തം കൂടുന്നത് കൊണ്ട്, മർദ്ദം കുറവാണ്, അത് വ്യാപ്തം കൂടുതലാണ്, അതുകൊണ്ട് വായുകുമിളയുടെ വലുപ്പം കൂടുന്നു. സൈസ് ഓഫ് എയർ ബബിൾസ് ഇൻക്രീസസ് ആസ് ദി പ്രഷർ ഡിക്രീസസ്. മുകളിൽ പ്രഷർ കുറയുന്നത് കൊണ്ട് എയർ ബബിൾസ് സൈസ് കൂടുന്നു. വെൻ ദി ബബിൾസ് മൂവ് അപ്വേർഡ്, മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈസ് ഓഫ് എയർ ബബിൾസ് ഇൻക്രീസസ് ഡ്യൂ ടു ദ പ്രഷർ ഡിക്രീസസ് വെൻ ദി എയർ ബബിൾസ് മൂവ് അപ്വേർഡ്സ്, മുകളിലേക്ക് പോകുമ്പോൾ. ഇനി നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ബോയ്സ് ലോയിൽ എക്സാമിന് വരുന്ന കുറച്ച് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ നോക്കി എല്ലാവരും, ഇവിടെ പ്രഷർ ഇൻ ATM എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻ അറ്റ്മോസ്ഫിയർ P, വോളിയം ഇൻ ലിറ്റർ അത് V. നമുക്ക് നോക്കാം. പ്രഷർ നമ്മൾ 1 ആയിരിക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കൂ, പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, 1 ATM ആയ സമയത്ത് വോളിയം 1000 ലിറ്ററാണ്, 1000 ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് P1 ആണ്, V ഏതാ വരുന്നത്? 1000 ആണെങ്കിൽ നമ്മൾ ബോയ്സ് ലോ പ്രകാരം PV അല്ലേ, P ഇൻറ്റു V അല്ലേ. അപ്പോൾ അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1 × 1000 ഈസ് ഈക്വൽ ടു 1000 ആവുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. നമുക്ക് നോക്കിയേ, പ്രഷർ 2 ആണ്, 2 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും വരുന്നത്? വോളിയം 500 ആണ് അല്ലേ, 500 ആണ് വോളിയം വരുന്നത്. അപ്പോൾ P ഇൻറ്റു V എന്തായിരിക്കും? P2 ആണ്, V 500 ആണ്, P ഇൻറ്റു V 1000, PV 1000 അല്ലേ. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റും ഒന്നാമത്തോ രണ്ടാമത്തോ നിങ്ങൾ നോക്കുമ്പോൾ P ഇൻറ്റു V 1000 തന്നെയല്ലേ വരുന്നത്. അതായത് P ഇൻറ്റു V എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, സ്ഥിരമായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ നോക്കിയേ,
പ്രഷർ P = 4 ആണ്. പ്രഷർ എന്താണ്? 4 ആണ്. അതിൻ്റെ V നമുക്ക് കാണണം. P × V നമുക്കറിയാം. ഇതെല്ലാം P × V കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫസ്റ്റിലും സെക്കൻഡിലും 1000 ആണ് വന്നിരിക്കുന്നത്. P × V അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സെയിം ടെമ്പറേച്ചറായിട്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ P × V എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. P × V എന്തുതന്നെയായിരിക്കും? 1000 തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? ഇവിടെ P × V 1000 ആണ് അല്ലേ? പ്രഷർ P4, അപ്പോൾ ഇവിടെ 4 എന്ന് കൊടുത്തു. V എന്ത് കൊടുക്കുന്നു? V ആണ് നമുക്ക് കാണാനുള്ളത്, അതുകൊണ്ട് V തന്നെ കൊടുത്തു. P × V കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 1000 ആണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് ആ 1000 തന്നെ ഇവിടെ കൊടുത്തു. ഇത് നമുക്ക് V കാണണം. V നമ്മൾ എങ്ങനെയാണ് കാണുക? V = എങ്ങനെയായിരിക്കും? V = 1000/4 അല്ലേ? 1000/4. അപ്പോൾ V എത്ര ഇവിടെ കിട്ടിയിരിക്കുന്നത്? 250 ലിറ്റർ. 250 ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് 250 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക? P × V is a constant, that is 1000. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 2. ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ സെയിം. ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒക്കെ സെയിം ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പ്രഷർ P 1 atm 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. വോളിയം 100 ലിറ്റർ ആണ് അല്ലേ? അതുപോലെ തന്നെ 4 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 25 ലിറ്റർ, 5 atmൽ 20 ലിറ്റർ, 10 atmൽ 10 ലിറ്റർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് P × V. പ്രഷറും വോളിയം P × V ഒരു കോൺസ്റ്റൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. P × V. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പ്രഷർ P ആണ്, അതുപോലെ തന്നെ വോളിയം 100 ആയ പ്രഷർ 1 ആയ സമയത്ത് 1 atm ആണ്. വോളിയം 100 ലിറ്റർ ആയ സമയത്ത് P × V ഏതാണ്? 1 × 100. ഇതുപോലെ ബാക്കി എല്ലാതും നിങ്ങൾ 4, 5, 10 ഒക്കെ പ്രഷറാകുമ്പോൾ നിങ്ങൾക്ക് P × V നിങ്ങൾ കാണുക. Pയും Vയും കൂടെ ഇൻറ്റു ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യുക. അടുത്ത ചോദ്യം, വിച്ച് ഗ്യാസ് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്യാസ് ലോ ഏതാണ്? P × V. പിയും വിയും ഒക്കെ ഉള്ള ഗ്യാസ് P × V = PV is a constant. ഏത് ലോ ആണ് ഇവിടെ വരുന്നത്? ബോയ്ൽസ് ലോ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ഗ്യാസ് ഇഫ് പ്രഷർ ഈസ് ചേഞ്ച്ഡ് ടു 2 atm. അതായത് പ്രഷർ നമ്മൾ 2 അറ്റ്മോസ്ഫിയറിലേക്ക് ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും വോളിയത്തിന് വരുന്ന മാറ്റം? പ്രഷർ നമ്മൾ 2ലേക്കാണ്, നമ്മളിപ്പോൾ 2 അറ്റ്മോസ്ഫിയർ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ വോളിയം എന്തായിരിക്കും? അപ്പോൾ ഇതിലൊക്കെ നമ്മൾ P × V കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ P × V ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു 1 atm 1 × 100 100, 4 × 25. അവിടെ P × V ഏതാ വരുന്നത്? 100. 5 × 20 അതും 100. 10 × 10 അതും 100. അങ്ങനെയല്ലേ വരുന്നത്? അപ്പം നമുക്ക് PV ഈസ് എ കോൺസ്റ്റൻറ്റ്. PV എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഏത് റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്? 100 ആണ്. എങ്ങനെയാണ് പ്രഷർ 2 അറ്റ്മോസ്ഫിയറിലേക്ക് മാറുമ്പോൾ വോളിയം എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കിയേ, നമ്മൾ ബോയ്ൽസ് ലോ പ്രകാരം P × V കോൺസ്റ്റൻറ്റ്, P × V 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ PV = 100. അപ്പോൾ P നമുക്ക് എത്ര പറഞ്ഞു? P 2 atm 2 അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് നമ്മൾ മാറ്റുകയാണല്ലോ. അപ്പോൾ Pൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 2 atm. P എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ P = 2 atm. വോളിയമാണ് V ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വോളിയം എന്താവും? വ്യാപ്തം എന്താവും എന്നല്ലേ ചോദ്യം? അതായത് വ്യാപ്തം എന്തിലേക്ക് മാറുന്നു? 2 × V. വ്യാപ്തം വോളിയം എന്താണ്? ഇതാണ് കാണാനുള്ളത്. PV 100 ആണ്. അപ്പം Pൻ്റെ സ്ഥലത്ത് നമ്മൾ പ്രഷർ മർദ്ദത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ 2 കൊടുത്തു. വോളിയത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ V എന്ന് എഴുതി. PVൻ്റെ സ്ഥലത്ത് നമ്മൾ 100 എഴുതി. ഇത് നമ്മളെങ്ങനെ V കാണുക? എങ്ങനെയാണ് വ്യാപ്തം കാണുക? എങ്ങനെയാണ് വോളിയം കാണുക? V = 100/2. 100/2 എന്താ വരുന്നത്? 50 ലിറ്റർ. ഇതാണ് ആൻസർ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ചാൾസ് ലോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.